തിരുവമ്പാടി ദേവസ്വത്തെ ഇതിനകത്ത് പ്രതി ചേർക്കുന്ന രീതിയിലുള്ള നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ദേവസ്വം പൂരം അലങ്കോലപ്പെടുത്തും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ ആ ദേവസ്വത്തിനകത്തുള്ള ചില വ്യക്തികൾ അതിൽ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പുറത്തു വരേണ്ടത്. ആ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഈ പൂരം അലങ്കോലപ്പെടുത്തുന്നതിലൂടെ അതിൻ്റെ രാഷ്ട്രീയമായ ലാഭം കൊയ്തിട്ടുള്ള ആ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഈ പൂരം കലക്കലിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അവർക്ക് സഹായകമായ നിലപാടുകൾ ഈ ദേവസ്വത്തിൽ ചില ആളുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം, ഇപ്പോൾ ADGPയെ സംബന്ധിച്ച് ADGP അവിടെ ഉണ്ടായിട്ടും ഇതിനകത്ത് ഇടപെട്ടില്ല എന്ന് സംബന്ധിച്ചൊരു ചർച്ച മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് അന്ന് ഈ പൂരം നടത്തിപ്പിൻ്റെ കാലത്തും പൂരം നടത്തിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിന്, ജില്ലാ കലക്ടർക്കാണ്. അന്ന് കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളതുകൊണ്ട് മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോ അത്തരം കാര്യം ഇടപെടാനുള്ള വളരെ വ്യക്തമായ പരിമിതി ഉള്ള സാഹചര്യത്തിൽ അന്ന് ജില്ലാ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത് ജില്ലാ കലക്ടർ ഈ സംഭവം നടക്കുമ്പോൾ അയാളുടെ പൂർണ്ണ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ കലക്ടറാണ് സത്യം പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതിൽ പ്രധാനപ്പെട്ട പങ്കാളി ആണ് എങ്കിൽ അത് ഒന്നാമത്തെ പ്രതിയായിട്ട് വരേണ്ട ആൾ അന്നത്തെ ജില്ലാ കലക്ടറാണ്. ആ ജില്ലാ കലക്ടറാണ് എന്ന കാര്യം യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് മന്ത്രി അടക്കമുള്ള ആളുകളെ ആ പൂരം ഇങ്ങനെ അലങ്കോലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന തൃശ്ശൂർ പൂരം നടത്തുന്നതിന് മുഖ്യ നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന അന്നത്തെ ജില്ലാ കളക്ടറോട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനമാണ് ജില്ലാ കളക്ടർ അന്ന് നടത്തിയത്. അതിൻ്റെ അർത്ഥം എന്താണ്? മന്ത്രിമാരോ MLA മാരോ അങ്ങോട്ട് വരണ്ട, തനിക്ക് നേരിട്ട് നേതൃത്വം കൊടുത്ത് അത് പരിഹരിക്കാൻ കഴിയുമെന്ന നിലയിലുള്ള ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞെങ്കിലും സംഭവിച്ച നേരെ മറിച്ചാണ്. ഈ പൂരം അലങ്കോലപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായത് കലക്ടറുടെ നിസ്സംഗത മനോഭാവം അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള നിസ്സംഗത മൂലമാണ്. രണ്ടാമത്തെ കാര്യം, 3:30-ക്ക് ശേഷം അന്ന് ഞാനും അന്നത്തെ മന്ത്രി രാജനും ഇടപെട്ട് ഈ തിരുവമ്പാടി അടക്കമുള്ള ആളുകൾ വന്ന് സഹകരിച്ചുകൊണ്ടാണ് ആ പൂരത്തിൻ്റെ വെടിക്കെട്ടെന്ന് രാത്രി പുലർച്ചെ നടക്കുന്നത്. ആ യോഗത്തിൽ എന്തുകൊണ്ട് കലക്ടർ പങ്കെടുത്തില്ല? കലക്ടറോട് സംസാരിച്ചിട്ട് പോലും കലക്ടർ ആ യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ അർത്ഥം പൂരം അലങ്കോലപ്പെടണമെങ്കിൽ അലങ്കോലപ്പെടട്ടെ എന്ന ധാരണ ജില്ലാ കലക്ടർക്കുണ്ടായിരുന്നോ എന്നുള്ളത് ഞാൻ ബലമായി സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഉദാഹരണം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ആഴ്ചക്കകത്ത് അദ്ദേഹം BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അദ്ദേഹം നാടകീയമായി മാറിയപ്പോൾ അത് വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് ഇതിൽ യഥാർത്ഥ പ്രതികൾ ആരാണെന്നുള്ളത് കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇപ്പോൾ തൃശ്ശൂർ പൂരം അടുത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിവാദത്തിലേക്ക് പോകാനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഴപ്പത്തിൽ ഒരു പ്രസ്താവന നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെയും കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്, തിരുവമ്പാടി ഒരു ദേവസ്വം ഈ വിഷയത്തിൽ പ്രതിയാണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നതിനോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതിനകത്തുള്ള ചില വ്യക്തികൾ, സ്ഥാപിത താല്പര്യമുള്ള ആളുകൾ, രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അവിടെ ചില അലങ്കോലപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് എന്ന മുൻപും ഇപ്പോഴും എപ്പോഴുമുള്ള എൻ്റെ നിലപാട് വ്യക്തമാക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അന്വേഷണം നടന്നു, ഈ അന്വേഷണ സംഘങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരില്ല. ഇവിടെയൊന്നും ഈ പറയുന്ന വ്യക്തികളെ പരാമർശിക്കപ്പെടുന്നില്ല. അത് കളക്ടറാണെങ്കിലും അല്ല, അത് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇതിലൊരു നിഗമനത്തിലെത്താൻ പറ്റില്ല. ആ ത്രിതല അന്വേഷണമുണ്ട്. അത് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, ഉദ്യോഗസ്ഥ തലയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, മറ്റത് അങ്ങനെ 3 തട്ടിലുള്ള അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് തന്നെ കാര്യങ്ങളെല്ലാം പുറത്തു വരാനാണ്. അന്ന് വ്യാജമായി പ്രചരണം നടത്തിയത് എന്തായിരുന്നു? വ്യാപകമായി നടത്തിയ പ്രചരണം പൂരത്തിനകത്ത് ലാത്തിചാർജ് ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ ആ വിഷ്വൽ കണ്ടപ്പോൾ ലാത്തിചാർജ് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വിഷ്വൽ ഞാൻ അന്ന് അതിന് വിഷ്വൽ പൂർണ്ണമായിട്ട് കണ്ടതാണ്. ലാത്തിചാർജ് ഉണ്ടായിട്ട് കണ്ടിട്ടില്ല. RSS നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രകടനം, അതിൻ്റെ വിഷ്വൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല, അതിനുശേഷം എല്ലാ മീഡിയകളിലൂടെയും അവിടെ ഒരു നെറേറ്റീവ് കൊണ്ടുവന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് പൂരം അലങ്കോലപ്പെടുത്തി എന്ന നിലയിലാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ
പൂരം അലങ്കോലപ്പെടുത്തി സർക്കാർ സംവിധാനങ്ങളോട് അലങ്കോലപ്പെടുത്തി എന്ന് വരുത്തി തീർക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു നാടകമായിരുന്നു അത്. അന്വേഷണം പൂർണ്ണമാകണമെങ്കിൽ അന്വേഷണം പൂർണ്ണമായി ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ കൊടുത്ത് ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് നമുക്കതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോഴും ഈ ത്രിതല അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ വിജിലൻസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ കോപ്പി നമ്മളാരും കണ്ടിട്ടില്ല. പത്രങ്ങളിൽ വരുന്ന വാർത്തയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആ വാർത്തയെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള നിലപാട് ഞാൻ പറയുകയാണ്. ഞാൻ എന്നോട് നിലപാട് ഞാൻ വ്യക്തമാക്കുകയാണ്. അന്നും ഇന്നും എനിക്കൊരു നിലപാടാണ്. അതിൽ എനിക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാനുള്ള ജില്ലാ കളക്ടറുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചാണ്. അത് ഞാൻ കുറച്ച് കാലമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ജില്ലാ കളക്ടറുടെ ഇടപാടിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വളരെ ആവശ്യമുള്ള കാര്യമാണ്. അല്ല, അജിത് കുമാറിൻ്റെ പങ്കുണ്ടോ പിന്നെ ഗവൺമെൻറ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നത് ADG അജിത് കുമാറിന് പങ്കില്ലേ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അയാളാണല്ലോ പൂരം നടത്തേണ്ട ആള് റോളെന്താ? ആള് അന്വേഷിക്കാത്തത് എന്താ? അല്ല, പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ, കമ്മീഷണർ മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത്, കമ്മീഷണർ ജില്ലാ കളക്ടറാണ് തൃശ്ശൂർ പൂരത്തിന്. നിങ്ങൾക്കറിയാം, മീഡിയകൾക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ കിങ് പിൻ എന്ന് പറയുന്ന അതിനൊരു പ്രധാന നടത്തിപ്പുകാരൻ ആരാണ്? അത് ജില്ലാ കളക്ടറാണ്. അത് വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഇതര കാര്യങ്ങളിലാണെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നതും ഡിസിഷൻ എടുക്കുന്നതും ഒക്കെ ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഞങ്ങളൊക്കെ എത്രയോ പൂരം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ മന്ത്രി എന്നവർ ചുമതലയുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂടി ചേർന്നുകൊണ്ട് കലക്ടറെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അപ്പോൾ ആ ജില്ലാ കളക്ടർ എന്നൊരു നിലപാട് സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, അല്ല, കമ്മീഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അന്ന് കമ്മീഷണറുടെ നിലപാടിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ കമ്മീഷൻ എടുക്കുന്ന ധിക്കാരപരമായ നിലപാടുകളും പലപ്പോഴും അദ്ദേഹം ചില കാര്യങ്ങളെ വളരെ സ്മൂത്തായി കൈകാര്യം ചെയ്യുന്നതിന് പകരം അത് ചെയ്യാതിരിക്കുന്നതൊക്കെ തന്നെ ഞങ്ങൾ എത്ര തവണ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കിയത് പൂരം കലങ്ങിയിട്ടില്ല, വെടിക്കെട്ട് താമസിക്കുകയും ചില ചടങ്ങുകൾ താമസിക്കുകയും ചെയ്തു എന്നുള്ളത്. കലങ്ങിയില്ല എന്ന് സർക്കാർ നിയമസഭയിൽ എടുത്ത നിലപാടിനെ സാധൂകരിക്കുന്ന തരത്തിലാണോ ഇപ്പോൾ? അല്ല, റിപ്പോർട്ടിലേക്ക് പൂരം കലക്കി തന്നെ പറഞ്ഞിരിക്കുകയാണല്ലോ. അത് കലക്കിയെന്ന് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമൊന്നും ഗവൺമെന്റിനകത്തില്ല. ഗവൺമെന്റിനകത്ത് അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പൂരം കലക്കി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പൂരം കലക്കിയത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അതിന് പൊളിറ്റിക്കൽ ബെനിഫിഷ്യറീസ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ BJP-കാരുണ്ട്, RS-കാരുണ്ട്, അവരനുകൂലിക്കുന്ന ചില പിന്നെ ദേവസ്വത്തിലെ ആളുകളുണ്ടാവും, അവരനുകൂലിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സംഗതി ഭംഗിയായിട്ട് പൂരം കലക്കി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? ഇതിപ്പോൾ അതിനെപ്പറ്റി ഇനിയിപ്പോൾ നമ്മളിനി ചത്ത കുട്ടിയുടെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ ഇനി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരട്ടെ. ഞാൻ അതിൻ്റെ പിന്നാലെ ഇനി അധികം നേരം നടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അന്വേഷിക്കുക, റിപ്പോർട്ട് കൊടുക്കുക, ശിക്ഷിക്കുക, എന്തൊക്കെ വേണം ചെയ്യട്ടെ. പക്ഷെ മനസാക്ഷി വെച്ചുകൊണ്ട് ഈ പൂരത്തെ സ്നേഹിക്കുന്ന തൃശ്ശൂർക്കാരനായിട്ടൊരാളെന്ന നിലയിൽ അന്ന് പൂരം കലക്കിയതിനോടുള്ള വിയോജിപ്പ്. VS സുനിൽകുമാർ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ VS സുനിൽകുമാറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിന് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടിന് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിൽ ജില്ലാ കളക്ടറുടെ പങ്ക് എന്താണ്? പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ പങ്ക് എന്താണ് എന്ന കാര്യമാണ് പരിശോധിക്കേണ്ടത്. ADGP അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ പോലീസിന് ഇതിനകത്ത് ഈ ഗൂഢാലോചനയൊന്നും നടന്നിട്ടില്ല, പോലീസ് ഇതിൽ പങ്കാളികളായിട്ടില്ല എന്ന തരത്തിൽ റിപ്പോർട്ട് കൊടുത്ത പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടറുടെ പങ്ക് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് അന്നും ഇന്നും എന്നും തന്റെ നിലപാട് അതാണ്. തിരുവമ്പാടി ദേവസ്വം നിൽക്കുന്നത് പൂരം നടത്താനാണ്, പൂരം കലക്കാനല്ല. അതുകൊണ്ട് തിരുവമ്പാടി ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടിനെ അംഗീകരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഇതിന്റെ മേൽനോട്ടം വഹിക്കേണ്ട, ഇതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ട ജില്ലാ കളക്ടർ ആ സന്ദർഭത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. ആ നിലപാടിൽ തനിക്ക് യാതൊരു മാറ്റവുമില്ല എന്നാണ് VS സുനിൽകുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി കൂടുതലൊന്നും തനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ VS സുനിൽകുമാർ മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.